ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് തന്നെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണാം. മോർണിംഗ് റൊട്ടീൻ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഞാനൊരു 8:30 എണീറ്റുണ്ടായിരുന്നു. പിന്നെ വീടെടുത്ത് വന്നപ്പോഴേക്ക് 8:45 ആവറായി. പിന്നെ എനിക്ക് രാവിലെ തന്നെ ജനാല തുറന്നിട്ട ശീലമുണ്ട്. അപ്പോൾ ഞാൻ അത് തുറന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. തുറന്നിട്ടതിന് ശേഷം ബെഡ് വൃത്തിയാക്കണ ഷോട്ട് ഇടക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇടാൻ മറന്നു. പിന്നെ പുറത്തേക്കൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഫ്രഷായി. പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്യാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ നോട്ട് എഴുതാനായിട്ട് കഴിഞ്ഞത്. കാരണം എനിക്ക് മലയാളം നോട്ട് ഇത്തിരി അത്യാവശ്യത്തിന് കൂടുതൽ എഴുതാനുണ്ടായിരുന്നു, പെൻഡിങ് ആയിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ നോട്ട് എനിക്ക് വീട്ടിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് മലയാളം നോട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചായിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ മസാജർ കൊണ്ട് കാലൊക്കെ മസാജ് ചെയ്യണം. കാരണം കാലൊക്കെ നല്ലോണം പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോക്കോസ് ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരുന്ന് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ, നല്ല ഒരു വൈബാണത്. പിന്നെ ഞാൻ വീണ്ടും എഴുതാനായിട്ടിരുന്നു ബാക്കിയുള്ളത്. അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചു വാരാൻ ചൂലെടുത്തുകൊണ്ട് വന്ന ഷൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പട്ടി ഷോ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി തുടങ്ങി. അപ്പോൾ എനിക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ട്രൈപോഡാണുള്ളത്. ഒന്ന് ആ വലിയ ചെയറും പിന്നെ എൻ്റെ ഒരു ലാമ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഫോൺ സ്റ്റാൻഡ് ഉണ്ട്. സോ എനിക്ക് സ്റ്റഡീസ് ലൈക്ക് പഠിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആ ലാമ്പാണ് യൂസ് ചെയ്യാറ്. പിന്നെ ആ ചെയറും യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ഫ്രീ ടൈമിൽ ഞാൻ കരിക്ക് കണ്ടു. പിന്നെ ഞാൻ ഡെസ്കിൻ്റെ കോലം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കെമിസ്ട്രിയാണ് പഠിക്കാതിരിക്കുന്നത്. കെമിസ്ട്രി ഞാൻ വളരെയധികം സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്. കാരണം എന്താ പറയുക, ഭയങ്കര സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്. കാരണം എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം ഓരോ ടോപ്പിക്കും അത്രയ്ക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ അടുത്ത ടോപ്പിക്ക് പോകുന്നത്. പിന്നെ എനിക്ക് എല്ലാ പേപ്പറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എനിക്ക് കുറച്ച് പേപ്പർ കിട്ടിയത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, മാർക്കടക്കം. സോ ഇപ്പം ഞാൻ മാർക്ക് പറയാം. എനിക്ക് ബയോളജിയും കമ്പ്യൂട്ടറും മാത്രമേ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. സോ അത് 2 കിട്ടി. ബയോളജിയിൽ എനിക്ക് 5ൽ 3 ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് തന്നെയാണ്. കാരണം ഞാൻ ഒരു കെയർലെസ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്പ്യൂട്ടറിൽ ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് 13 മാർക്സ് ഉണ്ട് 15ൽ. കാരണം ഞാൻ കുറേ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനമായിരുന്നത്. പക്ഷേ എനിക്ക് 13 ഉണ്ട്. ഞാൻ 7 പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ടോട്ടൽ പെർസെൻറ്റേജ് 87 ആണ് കേട്ടോ. പിന്നെ ഞാൻ ഫോൺ നോക്കണ പോലെ കേടായ ഒരു ഫോൺ വെച്ചിട്ട് ഫോൺ നോക്കണ പോലെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് സ്വയം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പിന്നെ ഞാൻ അപ്പോൾ അവിടെ അതിൽ റിഫ്ലക്ഷൻ കണ്ടു തന്നെ. അപ്പോൾ അത് വെച്ചിട്ട് കുറേ കോപ്രായങ്ങൾ ഇരുന്ന് കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ്, ഞാനിവിടെ ജേഴ്സിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റേഡിയം വരെ ഒന്ന് പോകണം. കാരണം ഞങ്ങൾക്ക് ഇൻ്റർ ക്ലാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് എൻ്റെ ക്ലാസ്സും വേറെ ക്ലാസ്സുമായിട്ട് മാച്ച് ഉണ്ട്. സോ അതിൽ ജയിക്കുന്ന ആൾക്കാർ സെമി ഫൈനൽ, പിന്നെ ഫൈനൽ, പിന്നെ ജയിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഗേൾസിന് കൊക്കോയും ബാസ്കറ്റ്ബോളും ആണുള്ളത്. അപ്പോൾ അത് 2ലും ഞാനുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത്. സോ ഞാൻ റെഡിയാണ്. ഒരു ലോഡ് സൺസ്ക്രീൻ വാരി പൊത്തുന്നുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഞാൻ ബാഗ് തപ്പുന്ന ഒരു വേളയാണ്. കാരണം ബാഗ് കാണാനുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു.
പിന്നെ എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.